ഹലോ, ആരാപ്പത്? ഏ വാ ഇരിക്കി. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ അറിഞ്ഞ മറ്റേ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ആ അമ്പോ, എന്താപ്പത് കഥ? വിനീതിന്റെ ഒക്കെ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങുക എന്ന് പറയുമ്പോഴേ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഒരു ട്രിപ്പ് പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുന്ന പോലെയുള്ള ഒരു ഫീൽ ഓർ വൈബാണ് എനിക്ക് പേഴ്സണലി കിട്ടാറുള്ളത്. ഫുള്ള് ജാളി പരിപാടിയല്ലേ, ഫുൾ ഓഫ് എന്റർടൈൻമെന്റ്. നിങ്ങൾക്ക് എന്താണ് അവസ്ഥ പറയൂ. ഇപ്പൊ തന്നെ ഈ സിനിമയുടെ ടീസറിൽ കൊടുത്തിരിക്കുന്ന തമ്പനിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഫുള്ള് പോസിറ്റീവ് വൈബല്ലേ. ആരൊക്കെ നിൽക്കണേ? പ്രണവ് മോഹൻലാല്, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, ബേസില്, അജു വർഗീസ്, നീരജ് മാധവൻ, പിന്നെ അതാ ഒരാൾ കണ്ണടയൊക്കെ ഇട്ടിട്ട് കാലിന്റെ മേലെ കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അമ്പ അടി. പിന്നെ നടുവിൽ ഒരാൾ ഇരിക്കേണ്ട ആളുടെ പേര് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. ഐ എം സോറി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ കല്യാണിക്കുട്ടി, കല്യാണി പ്രിയദർശൻ. നമുക്ക് ഏതായാലും ഒന്ന് ടീസർ കണ്ടാലും ഒരുമിച്ചിരുന്നിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും കാണാം. ഇനിയിപ്പോൾ ഏതായാലും കണ്ടിട്ട് പോവാന്ന്. അവിടെ ഇരിക്കി. ചായ കുടിച്ചില്ലേ? ഓ, ഞാനും കുടിച്ചു. ഞാൻ കാപ്പിയെ കുടിച്ചു. അപ്പൊ കാണാം. ഇവര് ചെന്നൈ വിട്ടൊരു കളിയില്ല കേട്ടാ, അല്ലേ? എന്താ അങ്ങനെ? എന്താ അങ്ങനെ? അജു വർഗീസ്, നീത പിള്ളൈ, കലേഷ് രാമനൻ, അർജുൻ ലാൽ, ദീപക് പരമ്പോൾ, അശ്വന്ത് ലാൽ, ഭഗത് മാനുവൽ, നമ്മുടെ സുന്ദരിക്കുട്ടി. വളരെ കറക്റ്റാണ് അല്ലേ? പ്രണവ് പ്രണവ് ആകെ മാറിയില്ലേ? എന്തൊക്കെ ഒരു മാറ്റമൊക്കെ തോന്നുന്നുണ്ട്. Yes, he changed a lot, man. He changed a lot. എനിക്ക് ഫീൽ ചെയ്യണതാണ്. നീരജ് മാധവൻ, ബേസിൽ ജോസഫ്, നിവിൻ പോളി, നെപ്പോട്ടിസം. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ പറയണ പോലെ എല്ലാ നാറുകളും ഉണ്ടല്ലോ. ദേ അടുത്ത നാറി. ഇനി നമുക്കേ കുറച്ചേരം ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് സംസാരിക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, പുറത്താണെങ്കിൽ ഒടുക്കത്തെ തൊലിഞ്ഞ ബഹളം. എന്തൊരു ഡിസ്റ്റർബൻസ് ആണ്. ഇതിന്റെ അകത്താവുന്ന സമയത്ത് ഭയങ്കര പ്രൈവസി ഉണ്ട്. ഇതിലും വലിയൊരു പ്രൈവറ്റ് പ്ലേസ് വേറെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ ഏതായാലും കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ സിനിമകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ കഥാ സാഹചര്യങ്ങളാണെങ്കിലും ആ സിനിമയിലുള്ള കഥാപാത്രങ്ങളെ ആണെങ്കിലും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതും. ഇപ്പൊ ഹൃദയം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ആ റിവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സിനിമയെ ഞാൻ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് നല്ല ഭംഗിയുള്ള സിനിമ എന്നാണ്. വിഷ്വലി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തില് മ്യൂസിക്കും കൂടി അതിൻ്റെ അകത്ത് വലിയൊരു ഭാഗമായിട്ടുണ്ടെന്നുള്ളതാണ്. ആ സിനിമയ്ക്കകത്ത് ഒരുപാട് പാട്ടുകൾ ആക്ച്വലി ഉണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. ബിക്കോസ് വിഷ്വലി കണക്ട് ചെയ്തുകൊണ്ടാണ് ആ പാട്ടുകളൊക്കെ പോകുന്നത്. അത് നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. അപ്പൊ ഇത്രയും പാട്ടുകൾ വെച്ചിട്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്ത് വിഷ്വലി പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു ടാസ്ക് അല്ല. ആ കാര്യത്തിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു സിനിമ വേറെ ലെവലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് നൊസ്റ്റു ഒക്കെ അടിച്ചൊരു സിനിമയാണ് ഹൃദയം. അപ്പൊ അതെന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണെന്ന് ഞാനിപ്പോ ഈ ഒരു വീഡിയോന്റെ അകത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ പ്രണവ് മോഹൻലാലിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടോർത്തോളം അല്ലെങ്കിൽ അറിഞ്ഞോർത്തോളം ആളെ എങ്ങനെയാണ്, വളരെ ഷൈ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട്. ആ ലോകത്തിലൂടെയാണ് പുള്ളി സഞ്ചരിക്കുന്നത്. അപ്പോൾ വിനീത് ശ്രീനിവാസൻ എന്നല്ല, വിനീത് ശ്രീനിവാസനെ പോലെ തന്നെ ഒരുപാട്
ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള സംവിധായകരുണ്ട്, പണിയറിയാവുന്ന സംവിധായകരുണ്ട്. അവരുടെ കയ്യിലേക്ക് ഒരു ആളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കുള്ള കഴിവ് എന്താണ്, അയാളെ കൊണ്ട് പറ്റുന്ന പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് വിനീത് ശ്രീനിവാസൻ പ്രണവയെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് വർക്കാവുന്നുണ്ട് ആക്ച്വലി. ഇപ്പൊ ഹൃദയത്തിൽ നമ്മൾ കണ്ട എന്താണ്, പ്രണവനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടിയാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രണവ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസനും കൂടിയും കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റ് തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്താണെന്നുണ്ടെങ്കിലും എന്താണ് പറയുക, നമുക്ക് പ്രണവിനെ വേറൊരു ഗെറ്റപ്പിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കാണാൻ വേണ്ടി പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും ഗംഭീരമാവട്ടെ, നല്ലൊരു സിനിമയാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് താരനിരയുണ്ടെന്ന്, എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ്. അപ്പോൾ ആ ഒരു എന്റർടൈൻമെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും വിനീതിന്റെ കഴിഞ്ഞ സിനിമകൾ അങ്ങനെയായിരുന്നു, ഗംഭീരമായിരുന്നു, ആ ഒരു മൂഡായിരുന്നു, വൈബായിരുന്നു. അതുകൊണ്ട് ഇതും അതുപോലെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ചിന്തയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല. ഞാൻ എന്തായാലും വളരെ ഫ്രഷ് മൈൻഡിൽ ഓക്കെ വിനീതിന്റെ ഒരു പടം, ഒരു പരിപാടി എന്തായാലും അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ മാത്രമേ വെക്കുന്നുള്ളൂ. അതായത് ഇന്ന പോലെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു സിനിമ എന്തായാലും അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഏത് സംവിധായകരുടെ ആണെങ്കിലും കഴിഞ്ഞ സിനിമകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് അതേ മൂടൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നിരാശപ്പെടാനുള്ള സാധ്യതകൾ ആക്ച്വലി ഉണ്ട്. സോ ഞാൻ അത്തരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് ഒന്നും ഇപ്പോൾ വെക്കാറില്ല. കഴിഞ്ഞ സിനിമകളൊക്കെ കഴിഞ്ഞു, ഇനി അടുത്തൊരു സിനിമ വരാൻ വേണ്ടി പോകുന്നു, അതേതായാലും ആ സിനിമയായിട്ട് അപ്രോച്ച് ചെയ്യാം. അതാവുന്ന സമയത്ത് നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഏതായാലും ഈ ഒരു സിനിമ നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ആക്ച്വലി വെക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഏതായാലും ആവട്ടെ, വിനീത് ശ്രീനിവാസന്റെ പടമല്ലേ, എന്തായാലും ആ ഒരു ഗ്യാരണ്ടി ആക്ച്വലി ഉണ്ട്. എങ്ങനെ ഗ്യാരണ്ടി വെക്കാതിരിക്കും? പുള്ളിയുടെ കഴിഞ്ഞ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒന്നും പൊട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും ആവറേജ് ലെവലിൽ നിൽക്കുന്ന സാധനങ്ങളല്ല, എല്ലാം ഗംഭീരമായ സിനിമകളായിരുന്നു. അതായത് വിനീത് ശ്രീനിവാസൻ ഡയറക്ഷൻ, റൈറ്റിങ്ങിൽ വന്നിട്ടുള്ള സിനിമകളെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയും അങ്ങനെ ആവും എന്ന് തോന്നുന്നു, ആവട്ടെ. പിന്നെ ഈ വിനീത് ശ്രീനിവാസൻ പുള്ളിക്ക് എല്ലാ തരത്തിലുള്ള പടവും എടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് കോമഡി അല്ലെങ്കിൽ റൊമാൻസ് മാത്രമല്ല, പുള്ളിക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല കാലിബർ ഉണ്ട് പുള്ളിക്ക്. ഇപ്പോൾ തിര എന്ന് പറയുന്ന ഒരു സിനിമയാണെങ്കിലും പുള്ളിക്കാരൻ ചെയ്തൊരു പരിപാടിയാണ്. അത് കുറച്ച് സീരിയസ് ജോണറിൽ പെടുന്നൊരു സാധനമാണ്. അതൊരു ഗംഭീര സിനിമയായിരുന്നു. പക്ഷെ അത് ഭയങ്കര ബോക്സ് ഓഫീസ് കളക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയെടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി സ്റ്റഫായിരുന്നു. അപ്പോൾ വിനീത് ശ്രീനിവാസന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു കൈൻഡ് ഓഫ് സീരിയസ് സ്റ്റഫുകളും ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളും കാണാൻ വേണ്ടിയിട്ട് ഞാനെന്ന പ്രേക്ഷകൻ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മാത്രമായിരിക്കില്ല, ഒട്ടുമിക്ക ആൾക്കാരും പുള്ളിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഏതായാലും വരട്ടെ. പിന്നെ ഇവരുടെ ഈ കൂട്ടുകെട്ട് ഭയങ്കര സക്സസ്ഫുൾ ആണ്. വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, ഇവരെല്ലാവരും ഒരേ മൂഡിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരേ വൈബിലൊക്കെ ഫുള്ള് ജോളിയായിട്ട് സഞ്ചരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ടീമുകളാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇവരൊക്കെ ഒരുമിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു ഹൈപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം ചില സിനിമകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഹൈപ്പ് ഉണ്ട്, വേറെ ചില സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഹൈപ്പാണ്. ഇപ്പം ഈ സിനിമയ്ക്കൊക്കെ ഓൾറെഡി ഉള്ള ഹൈപ്പാണ്, ബിക്കോസ് അതിൻ്റെ താരനിര ഒരു പ്രധാന ഘടകമാണ്. പിന്നെ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകനൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ അധികം പറഞ്ഞിട്ട് വലിച്ച് നീട്ടുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. പോയിട്ട് കാണാം. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ. ടേക്ക് കെയർ.